ചെലവിനനുസരിച്ച് കേരളത്തിലെ മന്ത്രിമാർക്കും MLA-മാർക്കും പ്രതിഫലം ഇല്ല. അത് ആര് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോ ഞങ്ങൾക്ക് കിട്ടുന്നത് ശമ്പളമല്ല, വളരെ ചെറിയതാണ്. 1000 ഉറുപ്പിയാണ് ഒരു MLA-യുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ, ഓണറേറി എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല. പക്ഷെ 1000 ഉറുപ്പ്യ അല്ലല്ലോ കയ്യിൽ കിട്ടുന്നത്. കയ്യിൽ കിട്ടുന്നത് ടെലിഫോണിനുള്ള അലവൻസ്, അതുപോലെ തന്നെ മറ്റു രീതിയിൽ കണ്ണടക്കുള്ള അലവൻസ്, ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങാനുള്ള അലവൻസ്, ഇങ്ങനെ പല പേരിൽ 2000, 3000 ഒക്കെ പറഞ്ഞിട്ട് എത്രയാണോ ഓരോന്നിനും ആ അലവൻസ് എല്ലാം ചേർത്തിട്ടാണ് ഈ മാസത്തിലൊരു 10,000, 60,000, 70,000 രൂപ TA അടക്കം. TA ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അത്രേ കിട്ടുള്ളൂ. അത് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെക്കാറില്ല. അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ജീവിതം മുന്നോട്ട് പോകില്ല. അത്ര ചെലവ് MLA-ക്ക് മന്ത്രിക്കും ഉണ്ട്. കൂടെ ഒരുപാട് ആളുകൾ പോകുന്നവരൊന്ന് ഭക്ഷണം കഴിച്ചു, എന്റെ പൈസ മാത്രം കൊടുക്കാൻ പറ്റൂലല്ലോ. ഇല്ല, എന്റെ കൂടെയുള്ള സ്റ്റാഫിന്റെ ഭക്ഷണം, അതിന്റെ ചെലവെല്ലാം നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ചെലവുകളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് വെക്കാറില്ല. കണ്ണടയുടെ കാശ് എങ്ങനെയാന്ന് വെച്ചാൽ, കണ്ണടയുടെ അതിന്റെ ഗുണനിലവാരത്തിനും അതിന്റെ വിലക്കും അനുസരിച്ചാണ്. അതിന് ഞങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ 10,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങാം, 25,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങാം, 30,000-ന്റെയും വാങ്ങാം. അത് ലക്ഷറി അല്ല. അതിന്റെ ലെൻസ് ഇപ്പം ചിലർക്ക് 2 കാഴ്ചയും ഉണ്ടാവില്ല, ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും കുറവായിരിക്കും. അപ്പൊ 2 ലെൻസ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ലെൻസ് ബ്ലെൻഡ് ചെയ്ത് വലിയ കനത്തിലാവുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് കണ്ണുവിന് ഭയങ്കര ഫെറ്റീഗ് ആവും. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ 11 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഫയൽ നോക്കിയത്. ആരോഗ്യവകുപ്പിൽ ഒരുപാട് ഫയൽ വരും. അത് അപ് ടു ഡേറ്റ് ആക്കണമെന്ന് നമുക്ക് വാശിയുണ്ടെങ്കിൽ ഇരുന്ന് നോക്കണം, അല്ലെങ്കിൽ ഫയൽ പെൻഡിങ് ആവും. അപ്പോൾ അത് അങ്ങനെ നോക്കണം, ധാരാളം വായിക്കണം. അപ്പോൾ കണ്ണിന് അധികം അതിന് പ്രഷർ കൊടുക്കാതെ വെക്കാൻ കഴിയുന്ന നല്ല മോഡേൺ ലെൻസുകളുണ്ട്. ആ ലെൻസിന് വില കൂടുതലാണ്. അപ്പൊ ഈ കണ്ണടക്കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ സാധാരണ എടുക്കുന്ന പോലത്തെ ലെൻസ് വെച്ചാൽ ടീച്ചറിന്റെ കണ്ണിന്റെ ആരോഗ്യം വീണ്ടും കുറഞ്ഞു വരും, ദിവസേന ഒരുപാട് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോ ഒരു നല്ല ലെൻസ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ഒരു 10,000-20,000 ഉറുപ്പ്യ ആകും. പിന്നെ ഈ ഡോക്ടറെ കാണിക്കുന്ന ചിലവ്, മറ്റു ചില മരുന്നുകളുടെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു 10,000-25,000 രൂപയാകും. ഞാൻ 2-3 തവണ ആലോചിച്ചത് വേണോ. പക്ഷെ അവര് പറഞ്ഞു, ടീച്ചർ എല്ലാ വർഷവും 10,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങുകയാണ്. അതില് ഫ്രെയിമിനും വിലയുണ്ട്. ഫ്രെയിമും വേഗം പൊട്ടിപ്പോകുന്ന ഫ്രെയിം എടുത്തിട്ട് കാര്യമില്ല. ഇത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം എടുത്താൽ ഇത്തിരി പൈസയാവും ഫ്രെയിമിനല്ല ലെൻസിനാണ് കൂടുതലാവുന്നത്. അപ്പൊ ഒരു നല്ല ഫ്രെയിമും ലെൻസും എടുത്താൽ നിങ്ങൾക്ക് 5 കൊല്ലം പിന്നെ കണ്ണട മാറ്റണ്ട. ഈ ലോങ് ടേം ഉപയോഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഗവൺമെന്റ് ആണെങ്കിൽ അത് തരും. ഇനി 50,000 ആണെങ്കിലും ഗവൺമെന്റ് അത് റീഇംബേഴ്സ് ചെയ്ത് തരും. അപ്പോ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ അത് വാങ്ങുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ് 25,000 ഉറുപ്പ്യന്റെ ഒരു കണ്ണട എല്ലാം കൂടി ചേരുമ്പോൾ 28 ആവുന്നുണ്ട്.